എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം സിലബസിലെ ഹിസ്റ്ററി ടോപ്പിക്കിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം, ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ വില്ലുവണ്ടി സമരം നടത്തിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി അയ്യങ്കാളി. മഹാത്മാ അയ്യങ്കാളിയാണ് ഐതിഹാസികമായ വില്ലുവണ്ടി യാത്ര നടത്തിയത്. 1893 ഇത്. അവർണർക്ക് പൊതുനിരത്തിലൂടെ നടക്കാൻ അവകാശം നിഷേധിച്ചതിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു വില്ലുവണ്ടി യാത്ര. അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിളിച്ചത് മഹാത്മാഗാന്ധിയാണ്. അടുത്ത ചോദ്യം, 1839 കൽക്കട്ടയിൽ തത്വബോധിനി സഭ സ്ഥാപിച്ചതാര്? ഉത്തരം ദേബേന്ദ്രനാഥ ടാഗോർ. 1839 ദേബേന്ദ്രനാഥ ടാഗോർ തത്വബോധിനി സഭ കൽക്കത്തയിൽ സ്ഥാപിച്ചത്. പ്രശസ്ത കവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പിതാവാണ് ദേബേന്ദ്രനാഥ ടാഗോർ. അടുത്ത ചോദ്യം, ഏത് സ്ഥലത്താണ് 1857 ഒന്നാം സ്വതന്ത്ര സമരം ആദ്യം പൊട്ടിപ്പുറപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ സി മീററ്റ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ശിപ്പായി ലഹള നടന്നത്. മാർച്ച് 29 34ാമത് ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ ശിപ്പായി മംഗൾ പാണ്ഡെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ ആദ്യം വെടിയുതിർത്തത് ഈ കലാപത്തിന് മുന്നോടിയായിരുന്നു. ഇത് ബാരക്പൂർ സംഭവം എന്നറിയപ്പെടുന്നു. മീററ്റിലാണ് സംഘടിതമായി ആദ്യം കലാപം നടന്നത്. ജനറൽ ഭക്ത് ഖാനാണ് ഇതിന് നേതൃത്വം നൽകിയത്. 1857 മെയ് 10 മീററ്റിൽ ലഹള ആരംഭിച്ചത്. അടുത്ത ചോദ്യം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ താഴെ പറയുന്ന ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ഫ്രഞ്ച് വിപ്ലവം. 1789 ഫ്രഞ്ച് ചക്രവർത്തി ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. സ്റ്റേറ്റ് ജനറൽ 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. വോട്ട് ചെയ്യുന്നതിലെ തർക്കം മൂലം 3ാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ച് അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിന് ഒരു ഭരണഘടന ഉണ്ടാവുന്നതുവരെ പിരിഞ്ഞു പോവില്ലെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. ഇത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് ഓത്ത് എന്നറിയപ്പെടുന്നു. ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് ചില വിവരങ്ങൾ നമുക്ക് നോക്കാം. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം. 1789 ജൂലൈ 14 ഫ്രഞ്ച് വിപ്ലവത്തിന് തുടക്കം കുറിച്ച സംഭവമാണ് ജനങ്ങൾ ബാസ്റ്റിൽ കോട്ട എന്ന ജയിൽ തകർത്തത്. ഫ്രാൻസിലെ വിപ്ലവ സമയത്തെ രാജവംശമാണ് ബൂർബൺ രാജവംശം. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിലെ ചക്രവർത്തിയാണ് ലൂയി 16. ലൂയി 16 ഭാര്യയുടെ പേരാണ് മേരി ആൻ്റൊനൈറ്റ്. ഞാനാണ് രാഷ്ട്രം, ഐ ആം ദി സ്റ്റേറ്റ് എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചക്രവർത്തിയാണ് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. പാർലമെൻറ്റിൽ ഇടതുപക്ഷം വലതുപക്ഷം എന്നീ ആശയങ്ങൾ ഉടലെടുത്ത രാജ്യമാണ് ഫ്രാൻസ്. പ്രസിദ്ധമായ മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രഞ്ച് നാഷണൽ അസംബ്ലി പാസാക്കിയ വർഷമാണ് 1789. ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് നൽകിയ ഏറ്റവും പ്രധാന സംഭാവനയായ 3 ആശയങ്ങളാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ. ഫ്രഞ്ച് വിപ്ലവകാലത്ത് വിപ്ലവ വിരുദ്ധരെ വകവരുത്താൻ ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് ഗില്ലറ്റിൻ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകനാണ് റൂസോ. മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത്, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ്. റൂസോയുടെ വാക്കുകളാണിവ. ദി സോഷ്യൽ കോൺട്രാക്ട് എന്ന കൃതി രചിച്ചത് റൂസോയാണ്. നിയമങ്ങളുടെ അന്തസത്ത എന്ന കൃതിയിലൂടെ രാജ്യഭരണത്തിലെ തെറ്റുകൾ തുറന്നുകാട്ടിയ ഫ്രഞ്ച് ചിന്തകനാണ് മോണ്ടെസ്ക്യൂ. ഫ്രാൻസിലെ 3 എസ്റ്റേറ്റുകളാണ് പുരോഹിതർ, പ്രഭുക്കന്മാർ, സാമാന്യ ജനങ്ങൾ. പടവാളിനേക്കാൾ ശക്തിയുള്ളതാണ് തൂലിക എന്ന് തെളിയിച്ച വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. നെപ്പോളിയൻ ഫ്രഞ്ച് ചക്രവർത്തിയായി സ്ഥാനമേറ്റ സ്ഥലമാണ് നോട്ടർഡാം കത്തീഡ്രൽ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നതാണ് നെപ്പോളിയൻ ബൊണാപ്പാർട്ട്. ചാൾസ് ഡിക്കൻസിൻ്റെ ടെയിൽ ഓഫ് 2 സിറ്റീസ് എന്ന നോവലിൻ്റെ പശ്ചാത്തലമാണ് ഫ്രഞ്ച് വിപ്ലവം. ശാസ്ത്രജ്ഞനായ ലാവോസിയർ വധിക്കപ്പെട്ടത് ഫ്രഞ്ച് വിപ്ലവ കാലത്താണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവാണ് വോൾട്ടയർ. താഴെ കൊടുത്ത പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ഡി. തന്നിരിക്കുന്ന 4 പ്രസ്ഥാനങ്ങൾ 4ാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റ്. 1930 ഓഗസ്റ്റ് 15 സ്വതന്ത്രദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു എന്ന പ്രസ്താവനയാണ് തെറ്റ്. ബാക്കിയുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ചരിത്രപ്രസിദ്ധമായ പ്രമേയം പാസാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിലാണ്. 1929 ഡിസംബർ 19 പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത്. ലാഹോർ INC സെഷനിൽ എടുത്ത പ്രധാന തീരുമാനങ്ങൾ നോക്കാം. 1. വട്ടമേശ സമ്മേളനം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. 2.
പൂർണ്ണ സ്വാതന്ത്ര്യം കോൺഗ്രസിൻ്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചു. 3. നികുതി അടയ്ക്കാതിരിക്കാൻ ഉൾപ്പെടെയുള്ള ഒരു സിവിൽ നിയമലംഘന പരിപാടി ആരംഭിക്കാൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിക്ക് അധികാരം നൽകുകയും എല്ലാ നിയമസഭാ അംഗങ്ങളോടും അവയുടെ സ്ഥാനങ്ങൾ രാജിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. 4. 1930 ജനുവരി 26 എല്ലായിടത്തും ആഘോഷിക്കുന്നതിനായി ആദ്യത്തെ സ്വതന്ത്ര ദിനമായി നിശ്ചയിക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയേത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1898 ധീരദേശാഭിമാനിയായ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ജനിച്ചത്. കേരളത്തിൻ്റെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു. 1924 ഒക്ടോബർ 12 അൽ-അമീൻ എന്ന പത്രം ആരംഭിച്ച്. ആദ്യം ത്രൈവാരികയായി ആരംഭിച്ച അൽ-അമീൻ 1930 മുതലാണ് ദിനപത്രമായത്. 1930 കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നേതൃത്വം വഹിച്ചത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബായിരുന്നു. 1938, 1939, 1940 വർഷങ്ങളിലെ KPCC പ്രസിഡൻ്റായിരുന്നു ഇദ്ദേഹം. 1939 സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന ഒരു വിഭാഗമാണ് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബായിരുന്നു കേരളത്തിലെ ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപക പ്രസിഡന്റ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ രാജാ റാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട് ശരിയായതേത്? ഉത്തരം ഓപ്ഷൻ ഡി. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവായിരുന്നു രാജാ റാം മോഹൻ റോയ്. രാജാ റാം മോഹൻ റോയ് ആരംഭിച്ച മാസികകളാണ് ദ ബ്രാഹ്മണിക്കൽ മാഗസിൻ, ബംഗാളി വാരികയായ സംവാദ് കൗമുദി, പേർഷ്യൻ വാരികയായ മിറാത്തുൽ അക്ബർ എന്നിവ. 1814 അദ്ദേഹം ആത്മീയ സഭയും 1821 കൽക്കട്ട യൂണിറ്റേറിയൻ അസോസിയേഷനും 1828 ബ്രഹ്മസഭ അല്ലെങ്കിൽ ബ്രഹ്മ സമാജവും രൂപീകരിച്ചു. 1866 ബ്രഹ്മസഭ രണ്ടായി വിഭജിക്കപ്പെട്ട് കേശുചന്ദ്രസേൻ നയിച്ച ഇന്ത്യൻ ബ്രഹ്മ സമാജം എന്നും ദേബേന്ദ്രനാഥ് ടാഗോർ നയിച്ച ആദ്യ ബ്രഹ്മ സമാജം എന്നും ആയിത്തീർന്നത്. രാജാ റാം മോഹൻ റോയുടെ ശ്രമഫലമായി 1829 അന്നത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറലായിരുന്ന ലോർഡ് വില്യം ബെൻഡിക് സതി നിർത്തലാക്കാൻ തീരുമാനിച്ചു. ബഹുഭാരത്തെ അദ്ദേഹം എതിർത്തിരുന്നു. 1825 അദ്ദേഹം വേദാന്ത കോളേജ് സ്ഥാപിച്ചത്. 1803 രാജാ റാം മോഹൻ റോയുടെ ആദ്യം പ്രസിദ്ധീകരിച്ച കൃതിയാണ് തുഫത്തുൽ മുഹ്ദിൻ അഥവാ ഏകദൈവ വിശ്വാസികൾക്കുള്ള ഒരു സമ്മാനം. ഇത് യുക്തിരഹിതമായ മതവിശ്വാസങ്ങളെ തുറന്നുകൊട്ടുന്ന പുസ്തകമായിരുന്നു. രാജാ റാം മോഹൻ റോയെ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ആകാശത്തിലെ ഒരു തിളക്കമുള്ള നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ടാഗോറാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്ത ചരിത്ര സംഭവങ്ങൾ പരിശോധിച്ച് ശരിയായ കാലഗണനാ ക്രമം ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി. കാലക്രമം ഏതെന്ന് നോക്കാം. 1920 ഓഗസ്റ്റ് 18 മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം. ഖിലാഫത്ത് പ്രസ്ഥാനവുമായാണ് ഇത് നടന്നത്. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. 1939 ഗുരുവായൂർ സത്യാഗ്രഹം. 1936 ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി. 1, 3 എന്നീ ജോഡികളാണ് ശരിയായത്. നീൽ ദർപ്പൺ രചിച്ചത് ദീനബന്ധു മിത്രയാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം അഥവാ ഇന്ത്യ സ്വതന്ത്രം നേടുന്നു എന്ന കൃതി രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഹിന്ദ് സ്വരാജിൻ്റെ കർത്താവ് ഗാന്ധിജിയാണ്. തോട്ട്സ് ഓൺ പാകിസ്ഥാൻ എന്ന കൃതിയുടെ കർത്താവ് അംബേദ്കറാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിച്ച പ്രധാന സാഹിത്യകൃതികളെയും അവയുടെ എഴുത്തുകാരുടെയും പേരുകൾ ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഗോര രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. പാഞ്ചാലി ശബദം സുബ്രഹ്മണ്യ ഭാരതിയും ഗോദാൻ പ്രേംചന്ദിൻ്റെ കൃതികളാണ്. നിബന്ധമാല വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കറാണ് രചിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. തുടർന്ന് മെർക്കന്റിലിസം എന്ന വാണിജ്യ നയം കോളനികളിൽ നടപ്പിലാക്കി. താഴെ നൽകിയിരിക്കുന്ന നിയമങ്ങൾ മെർക്കന്റിലിസം ഉൾപ്പെടാത്തവ തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ബി. 2, 3 എന്നീ പ്രസ്ഥാനങ്ങൾ മെർക്കന്റിലിസവുമായി ബന്ധപ്പെട്ടതല്ല. മെർക്കന്റിലിസ്റ്റ് നിയമങ്ങളെക്കുറിച്ച് വിശദമായി നോക്കാം. ഒന്നാമത്തെ, കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവയ്ക്ക് ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം.
കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്കും ഇറക്കുമതി ചുങ്കം നൽകണം. ഇവയാണ് മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ. അടുത്ത ചോദ്യം, കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? ഉത്തരം ഓപ്ഷൻ എ EMS നമ്പൂതിരിപ്പാട്. ആദ്യ കേരള മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായിരുന്നു ശ്രീ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന EMS. ഏകീകൃത കേരളത്തിനായി മുൻപിൽ നിന്ന് പരിശ്രമിച്ച വ്യക്തിയാണ് EMS. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥം പുറത്തിറങ്ങിയത് 1948-ലാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് 1857 കലാപത്തിൻ്റെ നേതാക്കന്മാർ, അവർ കലാപത്തിന് നേതൃത്വം നൽകിയ സ്ഥലങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ യോജിപ്പിച്ചെഴുതുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബഹദൂർ ഷാ സെക്കൻഡ് ഡൽഹിയിലാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. കൻവർ സിംഗ് ആരയിലും നാനാ സാഹിബ് കാൺപൂരിലും റാണി ലക്ഷ്മിബായി ഗോളിയോറിലുമാണ് കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അടുത്ത ചോദ്യം, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര്? ഉത്തരം ഓപ്ഷൻ സി സർദാർ KM പണിക്കർ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥമേത്? ഉത്തരം ഓപ്ഷൻ എ 1.25 കോടി മലയാളികൾ. 1946-ലാണ് EMS ഈ പുസ്തകം എഴുതിയത്. 1.25 കോടി മലയാളികൾ ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് എന്നാണ് പുസ്തകത്തിൻ്റെ പൂർണ്ണനാമം. അടുത്ത ചോദ്യം, പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച രാജ്യങ്ങൾ? ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യ, ചൈന. ഇന്ത്യയും ചൈനയും തമ്മിൽ 1954 ഒപ്പുവെച്ച ഉടമ്പടിയാണ് പഞ്ചശീല തത്വങ്ങൾ അഥവാ പഞ്ചശീലം. ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായുമാണ് ഇത് ഒപ്പുവെച്ചത്. അടുത്ത ചോദ്യം, 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി കാൺപൂർ. ചോദ്യം, 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി ഫിലാഡൽഫിയ. അമേരിക്കൻ വിപ്ലവകാലത്ത് കോളനികളിലെ ജനങ്ങൾക്കു വേണ്ടി കൂട്ടായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത പ്രതിനിധികളുടെ സംഘമായിരുന്നു കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1774 സെപ്റ്റംബർ 5 ഫിലാഡൽഫിയയിൽ യോഗം ചേർന്നു. ജോർജിയ ഒഴികെയുള്ള എല്ലാ കോളനികളെയും 56 ഡെപ്യൂട്ടികൾ പ്രതിനിധീകരിച്ചിരുന്നു. 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനാക്കി. 1776 ജൂലൈ 4 മൂന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ വെച്ചാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത്. അടുത്തത്, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? ഉത്തരം ഓപ്ഷൻ എ ആൻ്റോണിയോ ഗൂട്ടറസ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണമല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ബി അഭിനവ കേരളം വാഗ്ഭടാനന്ദൻ്റെ പ്രസിദ്ധീകരണമാണ്. ചട്ടമ്പി സ്വാമികളാണ് ആദ്യ ഭാഷ രചിച്ചത്. അടുത്ത ചോദ്യം, കൊച്ചിയിൽ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തിന് കാരണക്കാരനായ ദിവാൻ? ഉത്തരം ഓപ്ഷൻ സി 1936 കൊച്ചിയിൽ RK ഷൺമുഖച്ചെട്ടി ദിവാനായിരിക്കുമ്പോൾ തൃശ്ശൂർ നഗരത്തിൽ ഇലക്ട്രിസിറ്റി വിതരണം ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിക്കാൻ സംഘടിപ്പിച്ച സമരമായിരുന്നു ഇലക്ട്രിസിറ്റി സമരം. അടുത്തത്, ഗംഗാ തീരത്തു നിന്നും എല്ലാ നല്ല വസ്തുക്കളും വലിച്ചെടുത്ത് തേംസ് നദിക്കരയിൽ പിഴിഞ്ഞു കളയുന്ന ഒരു സ്പോഞ്ച് പോലെയാണ് നമ്മുടെ വ്യവസ്ഥ പ്രവർത്തിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇങ്ങനെ ഒരഭിപ്രായ പ്രകടനം നടത്തിയതാര്? ഉത്തരം ഓപ്ഷൻ ഡി ജോൺ സള്ളിവൻ. അടുത്ത ചോദ്യം, ഖുദായ് ഖിദ്മത്ഗർ എന്ന സംഘടനയിലൂടെ സ്വതന്ത്രസമര ചരിത്രത്തിൽ സുപ്രധാന ഇടം നേടിയ വ്യക്തി? ഉത്തരം ഓപ്ഷൻ സി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ ഒരു അഹിംസാത്മക പ്രസ്ഥാനമായിരുന്നു ഖുദായ് ഖിദ്മത്ഗർ. സെർവൻസ് ഓഫ് ഗോഡ് എന്നാണ് അർത്ഥം. ചുവപ്പ് ഷർട്ടുകൾ എന്നും ഇത് അറിയപ്പെടുന്നു. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് ഈ പ്രസ്ഥാനം നയിച്ചിരുന്നത്. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായി പ്രവർത്തിച്ചത് താഴെ പറയുന്നവയിൽ ഏത് വനിതാ നേതാവാണ്? ഉത്തരം ഓപ്ഷൻ ഡി ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെയും ഏക പട്ടികജാതി വനിതയുമായിരുന്നു ദാക്ഷായണി വേലായുധൻ. 1946 മുതൽ 1952 വരെ ഭരണഘടനാ അസംബ്ലിയിലും ഇന്ത്യയുടെ താൽക്കാലിക പാർലമെൻറ്റിലും അംഗമായിരുന്നു. ചോദ്യം, ദേശസ്നേഹികളിലെ രാജകുമാരൻ എന്ന് അറിയപ്പെട്ടിരുന്ന സ്വതന്ത്രസമര സേനാനി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിനെ ഗാന്ധിജിയാണ് ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി
അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നു. അടുത്തത്, ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആര്? ഉത്തരം ഓപ്ഷൻ സി, നെപ്പോളിയൻ. അടുത്ത ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരുടെയും അവർ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ബഹദൂർ ഷാ സെക്കൻഡ് ഡൽഹിയിലാണ് സമരം നയിച്ചത്. ഷാമൽ ബരാട്ടിലും മൗലവി അഹമ്മദുള്ള ഫൈസാബാദിലും ബീഗം ഹസ്രത്ത് മഹൽ ലക്നൌവിലുമാണ് സമരങ്ങൾ നയിച്ചിരുന്നത്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം? ഉത്തരം ഓപ്ഷൻ ബി, 1865. പണ്ടാരം വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള സുപ്രധാന വിളംബരമാണ് പണ്ടാരപ്പാട്ട വിളംബരം. 1865 തിരുവിതാംകൂർ മഹാരാജാവായ ആയില്യം തിരുനാൾ രാജാവാണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്. തിരുവിതാംകൂർ കർഷകരുടെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്ന ഇതാണ്. തിരുവിതാംകൂർ ജന്മി കുടിയാൻ നിയമം പാസ്സാക്കുന്നത് 1896 കൊച്ചി ജന്മി കുടിയാൻ നിയമം വന്നത് 1914 മലബാർ ജന്മി കുടിയാൻ നിയമം 1929 നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാക്രമത്തിലാക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. കാലഗണനാക്രമം നമുക്ക് നോക്കാം. 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നേരെ കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. 1741 കുളച്ചൽ യുദ്ധം നടന്നത്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമായാണ് യുദ്ധം നടന്നത്. യൂറോപ്യൻ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ഏഷ്യയിലെ ഒരു ഭരണകൂടം നേടിയ ആദ്യത്തെ വിജയമായിരുന്നു കുളച്ചൽ യുദ്ധം. 1792 മൈസൂരും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി ഒപ്പുവെച്ചത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ലോർഡ് കോൺവാലിസും മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനുമാണ് ഇതിൽ ഒപ്പുവെച്ചത്. ഈ ഉടമ്പടിയിലൂടെ മലബാർ പ്രദേശം ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. 1809 ജനുവരി 11 വെലുത്തമ്പി ദളവ കൂണ്ടറ വിളംബരം നടത്തിയത്. ഇവിടെ ചേർക്കാനുള്ള ചോദ്യമാണ് അടുത്തത്. ഒന്നാം ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദമാണ്. രണ്ടാം ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ടത് അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളുമാണ്. ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ടത് തവിട്ടുകുപ്പായക്കാരും ബെനിറ്റോ മുസോളിനിയുമായി ബന്ധപ്പെട്ടത് കരിങ്കുപ്പായക്കാരുമാണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ചോദ്യം, ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരാണ് തന്നിട്ടുള്ളത്. അത് ചേരുംപടി ചേർക്കാനാണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. മിറാത്തുൽ അക്ബർ പത്രം ആരംഭിച്ചത് രാജാറാം മോഹൻ റോയാണ്. കേസരി, മറാത്ത എന്നിവ ബാലഗംഗാധര തിലകൻ്റെ പത്രങ്ങളാണ്. കോമൺവെൽത്ത് മിസ് ആനി ബസന്റും യങ് ഇന്ത്യ മഹാത്മാഗാന്ധിയുടേതാണ്. ചേരുംപടി ചേർക്കാനുള്ള വേറൊരു ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനുമായി ബന്ധപ്പെട്ട സ്വതന്ത്ര സമര സേനാനി ഭഗത് സിംഗ് ആണ്. ഗദർ പാർട്ടിയുമായി ബന്ധപ്പെട്ട സ്വതന്ത്ര സമര സേനാനി ലാലാ ഹർദയാലാണ്. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസാണ്. ഫോർവേഡ് ബ്ലോക്കിൻ്റെ സ്ഥാപകൻ സുഭാഷ് ചന്ദ്രബോസാണ്. അടുത്ത ചോദ്യം, ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം എന്നിവ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളാണ്. എന്നാൽ ആത്മോപദേശ ശതകം രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. അടുത്ത ചോദ്യം, 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. കാസർഗോഡ് ജില്ലയിലാണ് കയ്യൂർ സ്ഥിതി ചെയ്യുന്നത്. 1941 മാർച്ച് 28 കയ്യൂർ കർഷക സമരം നടന്നത്. 1943 മാർച്ച് 29 പുലർച്ചെ 5 കയ്യൂർ സമരസേനാനികളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തൂക്കിലേറ്റിയത്. മഠത്തിൽ അപ്പു, കൊയ്ത്താട്ടിൽ ചിരുകണ്ഠൻ, പൊടാര കുഞ്ഞമ്പു നായർ, പള്ളിക്കൽ അബൂബക്കർ ഇവർ 4 പേരായിരുന്നു തൂക്കിലേറ്റപ്പെട്ട സമരസേനാനികൾ. ചുരിക്കാടൻ കൃഷ്ണൻ നായരെയും വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും പ്രായപൂർത്തിയാക്കാത്തതുകൊണ്ടാണ് ജീവൻ നഷ്ടമാവാത്തത്. അടുത്ത ചോദ്യം, 1945 ഒക്ടോബർ 24 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 എന്നീ പ്രസ്ഥാനങ്ങൾ ശരിയാണ്. അടുത്ത ചോദ്യം, ബോർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, ഫ്രാൻസ്. അടുത്ത ചോദ്യം, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ബി, വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ നോക്കാം. വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ പേരാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. വാഗ്ഭടാനന്ദ എന്ന പേര് നൽകിയതാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. വി കെ ഗുരുക്കൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാകാഹളം, ശിവയോഗി വിലാസം എന്നീ മാസികകൾ ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്.
ഉണരുവിൻ, അഖിലേഷിനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് വാഗ്ഭടാനന്ദനാണ്. ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ്റെ ജന്മസ്ഥലമാണ് കണ്ണൂർ ജില്ലയിലെ പാട്യം. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് 1917 ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രമാണ് അഭിനവ കേരളം. ഇത് 1923 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആത്മവിദ്യാസംഘത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു മലബാർ. ആത്മവിദ്യാസംഘത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദ കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. 1921 ഇത് പുറത്തിറങ്ങിയത്. വാഗ്ഭടാനന്ദൻ കോഴിക്കോട് കാരപ്പറമ്പിൽ സ്ഥാപിച്ച സംസ്കൃത പഠന കേന്ദ്രമാണ് തത്വപ്രകാശിക. 1906 ഇത് സ്ഥാപിച്ചത്. ജാതി പ്രമാണം ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. ക്ഷേത്രത്തിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. പ്രീതിഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. 1927 ഇത്. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കാവ്യ ഉപേക്ഷിച്ച് ഗദർ അണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. യജമാനൻ എന്ന മാസിക ആരംഭിച്ച വാഗ്ഭടാനന്ദനാണ്. എന്നാൽ വേലക്കാരൻ എന്ന പത്രം സഹോദരൻ അയ്യപ്പൻ്റെതാണ്. അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഹിസ്റ്ററി ടോപ്പിക്കിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സുക്കോ PSCയുടെ നന്ദി, നമസ്കാരം.